അവൻ്റെ യാത്രയാണ്. അതിന്ന് തുടങ്ങിയതല്ല, ഇന്ന് കൂടെയുള്ളവർക്ക് കൊണ്ടുപോയി രക്ഷിക്കാൻ പറ്റുന്നതുമല്ല. ഈ കൂടും കൂട്ടായ്മയും ഒക്കെ പൂർവ്വനിശ്ചിതമാണെങ്കിൽ ആ നിശ്ചയത്തെ അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് സൗകുമാര്യതയുണ്ടാകുന്നത്. ഇത് ഇന്ന് ഞാൻ ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങിയതാണെങ്കിൽ അത് ദുഃഖം മാത്രം തരുന്നതായിരിക്കും. ഇതറിഞ്ഞ് പിതാവ് മൃത്യുമുഖത്തെ കയച്ചവൻ ആദ്യം ഏതൊരു യാഗഹവിസിൽ നിന്നാണോ തൻ്റെ ഉൽപ്പത്തി, ആ നാചികേത യാഗത്തെ തിരിച്ചറിയണം, അതിൻ്റെ ഇഷ്ടകകളെ. 2, തൻ്റെ പാരമ്പര്യം തന്നെ കൈവിടാതെ തിരിച്ചറിയണം. തൻ്റെ ജനിതക സ്മരണകൾ ഒന്നുപോലും വിട്ടുപോകരുത്. അനേക ജന്മസംസിദ്ധങ്ങളായ അറിവുകളുടെ ആകരമാണെന്നും അന്ന് തീരുമാനിച്ച അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഈ ശരീരമെന്നും അത് തീർക്കുന്നതോടെയാണ് താൻ മോചനം നേടുന്നതും എന്നും ഇനി അഭിലഷിക്കുന്നതെല്ലാം മൃത്യുവിലേക്കുള്ള യാത്രയാണെന്നും വീണ്ടും ഒരു ജനനത്തിന് കോപ്പുകൂട്ടലാണെന്നും കൃത്യമായി തിരിച്ചറിയുവാൻ മൃത്യുമുഖം കണ്ടേ പറ്റൂ. ഈ യാത്രയാണ് കടത്തിലെ വിഷയം തന്നെ. അവസാനം ഉദാരനായ മൃത്യുദേവനിൽ നിന്ന് തന്നെ ശാസ്ത്രരഹസ്യമറിഞ്ഞ് ബ്രഹ്മനിഷ്ഠനായി തിരിച്ചെത്തുമ്പോൾ മൃത്യുവിൻ്റെ അടുക്കലേക്ക് ആളുകളെ കൂട്ടിക്കൊടുക്കുന്ന, മൃത്യുരഹസ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തിലേക്ക് അവൻ പെടുകയും ചെയ്യും. എങ്ങനെയാണ് പിതാവും പിതാമഹനുമൊക്കെ പോന്നത്? ആ വഴിയിൽ പോകുമ്പോൾ താന്താങ്ങളുടെ സംസ്കൃതി, വൈദികി, ഗോത്ര സൂത്ര നാമാദികൾ ഒക്കെ അറിഞ്ഞ് ഉൾക്കൊണ്ട് പോകുമ്പോൾ ഏതൊരു ശ്രവണം കൊണ്ടാണോ പൂർവസ്മരണകളെല്ലാം ഉത്തേജിതമാകുന്നത്, ഏതൊരു ശ്രവണപൂർവകമായി തൻ്റെ അജ്ഞാനമെല്ലാം മറയുമോ, അതിന് കാരണമായ വാക്യത്തെ മഹാവാക്യമെന്ന് പറയും. സാമ്പ്രദായികന്മാരെ 4 തിരിക്കുമ്പോൾ 4 മഹാവാക്യങ്ങളാണ് ഉള്ളത്. ഋഗ്വേദികൾക്ക് ഋഗ്വേദ അന്തർഗതമായ മഹാവാക്യം ഐതരേയത്തിലാണ്, പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയും. യജുർവേദികൾക്ക് ബൃഹദാരണ്യക അന്തർഗതമായ അഹം ബ്രഹ്മാസ്മിയാണ് മഹാവാക്യം. സാമവേദികൾക്ക് ചാന്തോഗ്യ അന്തർഗതമായ തത്വമസിയാണ് മഹാവാക്യം. അതിനെയാണ് മഹാവാക്യമെന്ന് പൊതുവെ ഇപ്പോൾ പറയാറ് ആളുകൾ. കാരണം അത്രയും പ്രചാരം ലഭിച്ചിട്ടുള്ളൊരു മഹാവാക്യം വേറെയില്ല. അതുകൊണ്ട് അത് നിർദ്ദേശക മഹാവാക്യവുമാണ് വേറൊരു തലത്തിൽ പഠിക്കുമ്പോൾ. ഒരു തലത്തിലുള്ള സാമ്പ്രദായിക തലമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. മറ്റു തരത്തിലും ഇത് പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുള്ളത് അതായിരിക്കും, ഇതായിരിക്കില്ല. അഥർവവേദീയർക്ക് അഥർവവേദ അന്തർഗതമായ അയമാത്മാ ബ്രഹ്മ, അതാണ് മഹാവാക്യം. അത് വരുന്ന മന്ത്രമാണ് ഈ 2ാമത്തെ മന്ത്രം. ചില സമ്പ്രദായങ്ങളിൽ, ഇടക്കാലത്ത് വന്ന സന്യാസ സമ്പ്രദായങ്ങളിൽ, സന്യാസത്തിൻ്റെ 4 ശങ്കരമഠങ്ങളും അതിനെ തുടർന്നുള്ള പ്രാസ്ഥാനിക വികാസങ്ങളുമൊക്കെ മഹാവാക്യത്തെ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നതെങ്കിലും ചില സമ്പ്രദായങ്ങൾ പിന്നീട് വന്ന വികാസത്തിൽ ഗുരു ശിഷ്യന് ആദ്യം ഉപദേശിക്കുന്ന മഹാവാക്യം എന്ന നിലയിൽ തത്വമസി പ്രചാരം നേടിയിട്ടുണ്ട്. നിർദ്ദേശമായി ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്നാണ്. അങ്ങനെ ഉള്ള വ്യാഖ്യാനങ്ങൾ നിങ്ങളിൽ ചിലരിൽ നിന്നെങ്കിലും കേട്ടിരിക്കാനിടയുണ്ട്. പക്ഷെ വസ്തുത പ്രാചീനമായത് മുമ്പ് പറഞ്ഞതാണ്. ഇങ്ങനൊരു സമ്പ്രദായം ഇന്നുണ്ട്. മഹാവാക്യ ശ്രവണം കൊണ്ട് മാത്രമേ പൂർവ പാപഫലങ്ങളായ ഇതിബാധകൾ മാറുകയുള്ളൂ. ബാക്കി എന്ത് ശ്രവണം ചെയ്താലും അതിലെല്ലാം മായാകൽപ്പിതങ്ങളായ അംശങ്ങളുണ്ട്. അതുകൊണ്ട് പ്രാചീനരുടെ പാഠമനുസരിച്ച് പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇവയൊക്കെ ആദ്യം പഠിച്ചുറച്ചാൽ മായാവലയിതമായ ഒരു ചേതസ്സുമായിട്ടാണ് ഉപരിഗ്രന്ഥങ്ങളെ പഠിക്കാൻ പിന്നീട് ചെല്ലുക. ജീവിതവുമായി ബന്ധമുള്ള, ജീവിക്കുമ്പോൾ തങ്ങളിൽ സംഭവിക്കുന്ന വാസനാജാലങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, വാസനകൾക്ക് പ്രാധാന്യം വരുന്ന, പൂർവപക്ഷത്ത് വാസനകളെ വെച്ച് സിദ്ധാന്തപക്ഷത്ത് ശാസ്ത്രത്തെ വെച്ച് നിഷേധിക്കുന്ന, നിരോധ പ്രക്രിയയ്ക്ക് പ്രാധാന്യമുള്ള ഇതിഹാസ പുരാണാദികളെ വായിക്കുമ്പോൾ നിരോധത്തിന് താല്പര്യം വരാത്ത മനസ്സുകൾ വാസനകളെ പോഷിപ്പിക്കുന്ന കഥകളിലൂടെ ഇന്ദ്രിയപരതയിലേക്ക് കൂടുതൽ കടന്നു പോകാൻ ഇടയുണ്ട് എന്നാണ് ആ കൂട്ടരുടെ വാദം.